ട്രക്സ് കുരിന്റെ വർക്ക്ഷോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ. ഞാൻ ആദ്യം ഈ വീഡിയോ തുടങ്ങാൻ മുമ്പ് എല്ലാവരോടും വളരെ നന്ദി ഉണ്ട്. നമ്മളെ വീഡിയോകള് ഇത്രയും കാണുന്നതും പിന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടിയുണ്ട്. അപ്പൊ എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറഞ്ഞിട്ട് ഞാൻ എന്റെ വീഡിയോ തുടങ്ങാം. അപ്പൊ ഇന്ന് നമ്മളൊരു വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഒരു ക്രെയിനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. കണ്ടിട്ടില്ലേ ഇങ്ങനെ തടിയൊക്കെ കൊണ്ടുപോണത്. പണ്ട് ആന ചെയ്തിരുന്ന പരിപാടിയാ. അതൊക്കെ ഇപ്പൊ തടി മില്ലൊക്കെ ഈ ക്രെയിൻ വെച്ചിട്ട് ഇങ്ങനെ ബൂമ് വലിയ വണ്ടിയൊക്കെ കണ്ടിട്ടില്ലേ, ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. അപ്പോ നമ്മുടെ IM പേരിൽ പണിയണത് തൃശ്ശൂരത്തെ സ്റ്റേഡിയമാണ്, ലാലൂരാണ്. അപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്താണ്. അപ്പൊ ആ വണ്ടികളൊക്കെ നമ്മളെ പണിയണത്. അതിന്റെ ഗിയർ ബോക്സ് ഒക്കെ നമ്മൾ പണിതിട്ടുള്ളതായിരുന്നു. അത് അന്ന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അന്നെടുത്ത് ഞാൻ അടിപൊളി ചെയ്യാനാ. നമ്മള് നമ്മളെ ബുള്ളറ്റില പോണ എന്റെ വണ്ടി കേട്ടാ. അതെ, ഇതിന്റെ സ്റ്റേഡിയം പണിയുണ്ട്. ഗേറ്റിന്റെ അവിടെ വരെ നമുക്ക് നമ്മുടെ വണ്ടി കയറ്റാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഇവരുടെ ജീപ്പിലെ പോവാ. ഇത് മിസ്റ്റർ വിപിൻ, നമ്മുടെ തെങ്ങോട്ടാ, കോഴിക്കോടൻ. ഇതാണ് നമ്മുടെ വണ്ടി ട്ടാ. എയ്സ് ആണ് വണ്ടി. എയ്സ് കമ്പനിയുടെ വണ്ടിയാണ്. നമ്മുടെ സിംസൺസിന്റെ എഞ്ചിനാണ് ഇരിക്കണത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത 2 വണ്ടിയുടെയും സെയിം എഞ്ചിനാണ് ഇതിലിരിക്കുന്നത്, സിംസൺസിന്റെ. പിന്നെ മറ്റേ റോഡ് റോളറിൽ എഞ്ചിൻ മാറ്റി കയറ്റിയുള്ളതാടാ. അത് ശരിക്കും ജെസ്സോപ്പിന്റെ എഞ്ചിനെ കമ്പനി വരുമ്പോ വരാ. ഇതിൽ സിംസൺസിന്റെ എഞ്ചിൻ ഇരിക്കണ. ബാറ്ററി ഒക്കെ എത്ര കിടന്നതിന്റെ വീക്കാണ്. ഇത് കാര്യമില്ല. നമ്മളെ ബാറ്ററി പിടിപ്പിച്ചിട്ട് നമുക്ക് അടിക്കാം. ഇത് 12 വോൾട്ട് മതിട്ടാ, ചെറിയ എഞ്ചിനല്ല. നമ്മുടെ ബാറ്ററി ലോഡ് കട്ടതാണ്. അപ്പോ ഇതാണ് പോസിറ്റീവ് ടെർമിനല്. നമ്മള് പോസിറ്റീവിലേക്ക് കൊടുത്തു. ഞാൻ മേലേക്ക് എടുത്താടാ. ഇതിന്റെ നെഗറ്റീവ് ടെർമിനൽ കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ടോ. ക്ലാവ് പിടിച്ചിട്ടുണ്ടേ. അപ്പൊ കറക്റ്റ് നമുക്ക് കോണ്ടാക്ട് കിട്ടില്ല. സെറ്റാണ്. ബാറ്ററിയുടെ വയറേ ടൈറ്റ് ആവുന്നില്ല. നമ്മൾ കേബിൾ വെച്ചിട്ട് നമുക്കൊന്ന് ബോഡി എടുത്ത് കൊടുക്കാന്ന് വെച്ചാ ഡയറക്റ്റ് ബോഡിക്ക്. എന്താ ഇവിടെയാണ് ഇതിന് കീ വരുന്നത്. സെൽഫ് മുട്ടുന്നുണ്ട്. നമുക്കിനി ഓയിൽ ലെവലും വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ടേ സെറ്റാക്കാം നമുക്ക്. അപ്പൊ ഇലക്ട്രിക് കണക്ഷൻ കുഴപ്പമില്ല. ഒരു പകുതി സമാധാനം കിട്ടി. ഓ തുരുമ്പൊക്കെ വെള്ളം തീരില്ല. വെള്ളം നമുക്ക് ഒഴിക്കണം എന്തായാലും. വെള്ളപ്പം നിറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിപ്സിക്ക്. അപ്പോൾ ഓയിൽ നോക്കാനുള്ളത് ഈ സൈഡിലാണ്, റൈറ്റ് സൈഡിലാണ് വരുന്നത്. 8 കാലിയൊക്കെ പാകുണ്ട്. ചാടിയവൻ
ഓയിൽ ലെവലുണ്ട് കേട്ടോ, കുഴപ്പമില്ല. നമ്മുടെ മിനിമം മാക്സിമം ചെയ്തേക്കണം കേട്ടോ, അതിൻ്റെ സെൻറ്ററിലുണ്ട്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഓയിൽ ലെവൽ അത്യാവശ്യം ഉണ്ട്. ഓയിൽ വലിയ കട്ടിയൊന്നും ആയിട്ടില്ല. ആ കീടെ ആ തല പിടിത്തരവണല്ലേ മൊത്തം തിരിയൂട്ടാ. അടിക്കേ ഒന്നുകൂടെ അടിച്ചാ ഫയറും വരുന്നുണ്ട്. അടിക്ക് ഒന്നുകൂടെ അടിക്കേ. ഒന്നുകൂടെ അടിക്കേ. ഫ്രണ്ട്സ്, അതെ ഈ പൈപ്പ് കണ്ടില്ലേ, ഇത് നിങ്ങൾ നേരത്തെ കണ്ടുണ്ടാവും, ഇതിൽ കൂടെ ഡീസൽ തെറിക്കണത്. ഈ പൈപ്പ് ലീക്കാണ്. ഇതിനിപ്പോൾ നമുക്ക് മാറ്റിയിട്ട് വേണം ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാവും, അല്ലെങ്കിൽ പിന്നെ എയർ ഇഷ്യൂ ആയിട്ട് വണ്ടി വീണ്ടും ഓഫ് ആവും. അപ്പോൾ ഇത് നമ്മൾ കടയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സാധനങ്ങൾ കൊണ്ടുവരും. ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ പൈപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് ബാൻഡ് വാഷ് കേട്ടോ. ലീക്കാവാണ്ടിരിക്കാൻ ഈ പൈപ്പിൻ്റെ 2 തലയ്ക്കും ഇവിടെ ഒരെണ്ണം കൊടുക്കും, അതേപോലെ തന്നെ ഇപ്പുറത്ത് ഒരെണ്ണം കൊടുക്കും. കാരണം ലീക്കേജ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇതും കൂടി പിടിപ്പിക്കാനുള്ളൂ. ഇതും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിക്കാനുള്ള പരിപാടി നോക്കാം. ആ അപ്പൊ അവിടെ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതാണ്ടില്ലേ കീ മൊത്തം തിരിയുണ്ട്. എന്നാലും
ജാക്കുമ്പോൾ തിരികെ ചെയ്യാം. അതായത് വീലൊന്നും തിരിയില്ല, നമ്മൾ ബോഡി കണ്ടില്ലേ അതാക്കുന്നത് വേണ്ട, മൊത്തം തിരിയണണ്ട മൊത്തം തിരി. ഇത് പിന്നെ ഈ ബോന്റെ വർക്കിംഗ് ഒക്കെ ഇത് അപ്പ് ബോന്റെ ഇത് ഡൗൺ, ഇത് റോപ്പിന്റെ ഒക്കെ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ ആ മൂവ്മെന്റ് ഒക്കെ ഇതോടിക്കാൻ സിമ്പിളാണ്. പിന്നെ ഇവിടത്തെ ആണല്ലേ, ഇവിടത്തെ ഇപ്പോ വർക്കിംഗ് അല്ല, ഇത് നമുക്ക് ഹൈഡ്രോളിക്കിൽ ഓപ്പറേറ്റഡ് ആണ്. ഇത് ലോങ് മാർച്ച് നമ്മൾ വണ്ടി കുറെ ദൂരം മുമ്പ് ഓടിക്കാനുള്ള സെറ്റപ്പാ. അപ്പൊ അവിടുത്തെ കുറച്ച് ക്ലച്ച് പെടലിന്റെ ലിങ്കൊക്കെ പിടിച്ചിട്ടൊക്കെ വേറെ നമുക്ക് ഓടിക്കാൻ പറ്റിയില്ല ആ ഭാഗത്ത്. അപ്പൊ നമ്മള് കുറച്ച് കഷ്ടപ്പെട്ട് ഈ ഭാഗത്ത് തന്നെ ഓടിച്ച് പുറത്തേക്ക് സെറ്റാക്കി. ഇതാണ് ഇതിന്റെ വർക്കിംഗ്. ഫ്രണ്ട്സ് അതില്ലേ നമ്മുടെ വണ്ടി ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. റണ്ണിങ് കണ്ടീഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളെ വിളിച്ചത് ലിയോ ആണ്. ലിയോ ഇങ്ങോട്ട് വന്ന് ഇതാണ് നമ്മൾ ലിയോ, അവരോട് വർക്ക് ചെയ്യണതാണ്. അപ്പൊ ഈ വണ്ടി നമ്മള് ഇവരുടെ ടിപ്പറുകളും ഈ ക്രെയിനൊക്കെ നമ്മൾ വർക്ക് ചെയ്യണതാണ്. ഇതിന്റെ നാളൊരു ഗിയർ ബോക്സിന്റെ സ്റ്റക്കായിട്ട് നമ്മൾ ശരിയാക്കി കൊടുത്താണ്. അപ്പോൾ ഇവർ ഈ കൊറോണയുടെ ഇഷ്യൂക്കെ കാരണം വണ്ടി ഇങ്ങനെ ഇട്ടേക്കായിരുന്നു കുറച്ചാളായിട്ട്. നമ്മൾ ഒരു കൊല്ലം മുമ്പൊക്കെ വർക്ക് ചെയ്തിരുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ വണ്ടി ഇപ്പോൾ റണ്ണിങ് കണ്ടീഷനാണ്, ഫുൾ കണ്ടീഷനാണ് വണ്ടി. പക്കെ അത് പൊന്തിച്ചൊക്കെ എന്ത് വേണേലും ചെയ്യാം അപ്പോൾ വണ്ടി. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടാൻ ഞാനൊന്ന് പറഞ്ഞു തരാം കമൻറ്റിൽ. പിന്നെ നമുക്ക് ഈ ലേശം വ്യൂസ് കൂടുതലുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് അത്രയില്ല. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചാനലൊന്ന് ഉയർത്താം. നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ നമ്മളെ ബാക്കിയുള്ള വീഡിയോസ് ഒന്നും കണ്ടേ ഏതെങ്കിലും ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.